ഹലോ ഫ്രണ്ട്സ്, ആദ്യ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് നല്ല അടിപൊളി കോര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളെ നാട്ടിൽ പുതിയാപ്പിള കോര എന്നൊക്കെ പറയേ. അപ്പോൾ നമ്മൾ കോര വെച്ചിട്ട് തേങ്ങ അരച്ച് കറി വെക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കറിക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിലോട്ട് തേങ്ങ ചേർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ ഉള്ളി, 2-3 ചെറിയ അല്ലി വെളുത്തുള്ളിയും കുറച്ച് പെരിഞ്ചീരകവും കൂട്ടി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഇനി ആ അരപ്പിലോട്ട് തന്നെ, ആ തേങ്ങ അരപ്പിലോട്ട് തന്നെ കുറച്ച് പൊടികൾ ചേർത്തെടുക്കുകയാണ്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തെടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മഷി പോലെ അരച്ചെടുക്കണേ. കുറച്ചും കൂടി മുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറവാന്ന് തോന്നിയപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടി കേട്ടത്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ടേ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മീനൊന്ന് നന്നാക്കി എടുക്കാനായിട്ട് പോവാട്ടോ. ഇതൊന്ന് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ നമുക്ക് വേണ്ട വെച്ചിട്ട് കുറച്ചൊന്ന് മാറ്റി വെച്ചിരുന്നു. ഇനി ബാക്കി നന്നാക്കി എടുക്കാം കേട്ടോ. കുറച്ച് കറി വെക്കുന്നുണ്ട്, പിന്നെ വറക്കുന്നുണ്ട് കേട്ടോ. ഇനി എല്ലാം നന്നായിട്ട് തന്നെ വൃത്തിയിൽ കഴുകിയെടുക്കണേ. ഞാൻ അതിൻ്റെ തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് ചെറിയ തലയാണെങ്കിലും മീനിൻ്റെ തലയൊക്കെ നല്ല ഇഷ്ടമാട്ടോ. അപ്പോൾ ഞാനതൊക്കെ എടുത്തിട്ടുണ്ട് കറിയിലിടാന്ന് കരുതിയിട്ട്. ഇനി നമ്മൾ കറി വെക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് നമ്മൾ ചട്ടിയിലോട്ട് ചേർത്തെടുക്കുകയാണ്. അതുപോലെ തന്നെ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒന്ന് ചേർത്തെടുക്കാം കേട്ടോ. ഇനി ആ തക്കാളി കൈ വെച്ച് നന്നായിട്ട് തന്നെ ഞെരടി കൊടുക്കുക. തക്കാളി നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കണേ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ അരപ്പ് ചേർത്തെടുക്കുക കേട്ടോ. ഈ മീനിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മീൻ എന്താ പറയുക, അരപ്പ് ചേർത്ത് പെട്ടെന്ന് തന്നെ ഈ മീനിട്ട് വേഗം തന്നെ വേവ് കിട്ടും. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. കുറേ നേരം ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ മീൻ നന്നായിട്ട് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടെടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ അരപ്പ് നന്നായിട്ട് തന്നെ വെന്തതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ മീൻ ഇട്ടെടുക്കുന്നത്. കോര അതുപോലെ വെത്തളൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോണ മീനുകളാണ്. അപ്പോൾ നമ്മൾ ഒപ്പം തന്നെ നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാതെ പോയാൽ മീൻ മുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നായിട്ട് ഉടഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതാ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള തലകളും വാരിട്ടെടുക്കുക കേട്ടോ. മെല്ലെ ഒന്ന് താത്തി കൊടുത്തിട്ടുള്ളൂ കേട്ടോ. മീൻ നമ്മൾ കയ്യിലിട്ട് കൂടുതൽ ഇളക്കി കൊടുക്കുന്നില്ലേ, മെല്ലെ ഒന്ന് താത്തി കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് നമ്മളെ മീൻ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ മീൻ വറക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കറി റെഡി ആയിട്ടുണ്ട്. കറിയിലോട്ട് നമ്മൾ ഉള്ളി താളിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തോട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് ഉലുവ പൊട്ടിച്ചെടുക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് തന്നെ അത് മൂപ്പിച്ചെടുക്കണേ.
ഇനി നമ്മൾ കറിയിലോട്ട് ആ താളിച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ചോറ് വിളമ്പാനായിട്ട് പോവുകയാണേ. അപ്പോൾ കുറച്ച് ചോറ് വിളമ്പാണ്. ഇനി കുറച്ച് പയറിൻ്റെ ഉപ്പേരി വിളമ്പി കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ചീരയാണത്. അപ്പോൾ ചീര തോരനാക്കി വെച്ചതാട്ടോ. അപ്പോൾ അതും സൈഡിലായിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഇനി മീൻ വറുത്തതും കൂടി വിളമ്പി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് ഉണ്ടാക്കിയ കോരക്കറി ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഉച്ചക്കിട്ട ഊണ്. നല്ല കിടില ഊണ് തന്നെയായിരുന്നു കേട്ടോ. അടിപൊളി കറിയായിരുന്നു. അപ്പോൾ ഇതുപോലെയാണോ നിങ്ങൾ ഈ കറി വെക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ താങ്ക് യു.